ഞാനിന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ടിവിക്ക് വേണ്ടി ഒരു മൗസ് പാഡായിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമല്ല, ഈ ഫോൺ ജസ്റ്റ് ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് ടിവിക്കകത്തെ മൗസും അതനുസരിച്ച് ചലിക്കുന്ന എയർ മൗസ് ഫെസിലിറ്റി കൂടിയാണ് നമ്മളിന്ന് വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത്. അതെ, നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് നമ്മുടെ സ്മാർട്ട് ടി വി ഏത് ബ്രാൻഡോ ആയിക്കോട്ടെ, MIയോ OnePlusോ അല്ലെങ്കിൽ തോംസണോ തോഷിബയോ ഹൈസെൻസോ ഏതോ ആയിക്കോട്ടെ, അത് ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന ടി വി ആണെങ്കിൽ, ആൻഡ്രോയിഡ് ടി വി ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ടി വി മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. കൺട്രോൾ ചെയ്യുക മാത്രമല്ല, നമുക്കതൊരു ഫുൾ കീബോർഡായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ടി വിയിൽ ടൈപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ടി വിയിൽ മൗസായിട്ട് ഉപയോഗിക്കാം, എയർ മൗസായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം. വളരെ എളുപ്പമാണ്. ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നത് ഫോളോ ചെയ്താൽ മാത്രം മതി. ആദ്യമേ നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്ത് പോവുക. അതിനുശേഷം ഇവിടെ ഇത്തരത്തിൽ ആൻഡ്രോയിഡ് റിമോട്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന സെർച്ച് റിസൾട്ടിൽ ഇത്തരത്തിൽ സാങ് റിമോട്ട് ആൻഡ്രോയിഡ് ഫയർ TV എന്നൊരു ആപ്ലിക്കേഷൻ കാണിക്കും. അത് ഓപ്പൺ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഫോണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ആൻഡ്രോയിഡ് സ്മാർട്ട് TVയിൽ കൂടി ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് നമ്മുടെ TVയിലെ ആപ്സ് എല്ലാം കിടക്കുന്ന ഭാഗത്ത് പോയിട്ട് അവിടെ നിന്നും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ ഇത്തരത്തിൽ ആൻഡ്രോയിഡ് റിമോട്ട് എന്ന് സെർച്ച് ചെയ്യുക. ഇതിപ്പോൾ ആൻഡ്രോയിഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മൊത്തം സെർച്ച് ചെയ്യുന്നില്ല. ഈ കാണുന്ന ആൻഡ്രോയിഡ് റിമോട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ടത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ഗൈഡ് ഒരു ഓപ്ഷൻ കാണിക്കും. അത് ബാക്ക് അടിക്കാം. നമുക്ക് വീഡിയോ ഗൈഡിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇതിനകത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിൽ പറയുന്നത് നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് USB ഡീബഗ്ഗിംഗ് എന്നൊരു ഓപ്ഷൻ ഓൺ ചെയ്യണമെന്നാണ്. അത് വളരെ എളുപ്പമാണ്. നമ്മുടെ TVയിലെ സെറ്റിങ്സിനകത്ത് പോവുക. സെറ്റിങ്സിനകത്ത് ഡിവൈസ് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. ഇതിനകത്ത് ഇതുപോലെ എബോട്ട് എന്നൊരു ഓപ്ഷൻ ഏറ്റവും താഴെയായിട്ട് കാണിക്കും. എബോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ എല്ലാ TVയിലും ഉണ്ട്, പക്ഷേ ഈ ഡിവൈസ് പ്രിഫറൻസിനകത്ത് തന്നെ വരണമെന്നില്ല. നിങ്ങൾ TVയിലെ സെറ്റിങ്സിൽ മൊത്തം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിനകത്ത് ഇതുപോലെ എബോട്ട് TV എന്നോ അല്ലെങ്കിൽ എബോട്ട് എന്നോ കാണിക്കും. അത് ഓപ്പൺ ചെയ്യുക. അതിലെവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ബിൽഡ് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ഈ ബിൽഡിനകത്ത് നിങ്ങൾ റിമോട്ട് വെച്ച് ഒരു 7 തവണ പ്രസ് ചെയ്യണം. 7 തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ ആക്റ്റീവായിട്ട് വരും. ഇനി ബാക്കിലോട്ട് പോയിട്ട് ഞാനത് കാണിച്ചു തരാം. കണ്ടില്ലേ, നേരത്തെ നമുക്കിവിടെ എബോട്ട് എന്നുള്ളതിന് താഴെ വേറൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. ഇപ്പോൾ പുതുതായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ USB ഡീബഗ്ഗിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ വീണ്ടും ആപ്പ് സെക്ഷനിലേക്ക് തിരിച്ച് വന്ന് നേരത്തെ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആൻഡ്രോയിഡ് റിമോട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ USB ഡീബഗ്ഗിങ്ങിൻ്റെ ഒരു പെർമിഷൻ അവിടെ ചോദിക്കുന്നതായിരിക്കും. അത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മൾ TVയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. USB ഡീബഗ്ഗിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അത് പ്രശ്നമല്ല, അങ്ങനെയാണ് വർക്ക് ആവുന്നത്. USB ഡീബഗ്ഗിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ TVയുടെ പുറകിൽ കുറേ USB പോർട്ടുകളില്ലേ, USB നമ്മുടെ പെൻ ഡ്രൈവ് കുത്തുന്ന പോർട്ടുകൾ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പോർട്ട് വർക്ക് ആവത്തില്ല. അത് USB ഡീബഗ്ഗിംഗ് ഓൺ ചെയ്താൽ അങ്ങനെയാണ്. USB ഡീബഗ്ഗിംഗ് ഓഫ് ചെയ്താൽ അത് വീണ്ടും വർക്കാവും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യാനായിട്ട് USB ഡീബഗ്ഗിംഗ് ഓൺ ചെയ്യണം. അപ്പോൾ USB പോർട്ടിൽ ആദ്യത്തെ USB പോർട്ട് വർക്ക് ആവത്തില്ല. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പെൻ ഡ്രൈവ് കുത്തി ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു ബാക്കി എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെർച്ച് ഓപ്ഷൻ ഇവിടെ കാണിക്കും. ഇനി നമ്മൾ ഈ സെർച്ച് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ TV ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്യുക. ഇതിൽ നമുക്ക് സാധാരണ നമ്മുടെ TVയിൽ ചെയ്യാറുള്ള ബേസിക് ഫംഗ്ഷൻസ്, അതായത് മുകളിലേക്ക് പോവുക, താഴേക്ക് പോവുക, സെലക്ട് ചെയ്യുക, ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം പോവുക, അത്തരത്തിലുള്ള ഓപ്ഷൻ എല്ലാം തന്നെ നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഇനി ഈ ഒരു സിമ്പിൾ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു TV റിമോട്ടിൽ കിട്ടുന്ന ബാക്കി എല്ലാ ഫംഗ്ഷനും അതിനകത്ത് വരുന്നതാണ്. ഇതിനകത്ത് ഫയൽ മാനേജർ ഉൾപ്പെടെയാണുള്ളത്. അതായത് നമ്മുടെ TVയിലുള്ള ഫയലുകളെല്ലാം ഫോണിൽ കാണാൻ സാധിക്കും. അത്തരത്തിലൊരു ഫയൽ മാനേജർ ഉണ്ട്. കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ ഫോണിലുള്ള കാര്യങ്ങളെല്ലാം TVയിൽ കാണിക്കുന്ന കാസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. വോയിസ് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ ഒരു മൗസിൻ്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ശരിക്കുമുള്ള നമ്മുടെ മൗസ് ഉപയോഗിക്കാനായിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീൻ, അതായത് ഫോണിൻ്റെ സ്ക്രീൻ ഒരു മൗസ് പാഡായിട്ട് മാറുന്നതാണ്. ജസ്റ്റ് നമ്മുടെ വിരൽ കൊണ്ട്, അതായത് നമ്മുടെ ലാപ്ടോപ്പിനകത്തുള്ള മൗസ് പാഡ് പോലെ തന്നെയാണ് ഇത് വർക്ക് ആവുന്നത്. നമ്മുടെ വിരൽ കൊണ്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിനകത്ത് മൗസ് വരുന്നതാണ്, അതായത് TV സ്ക്രീനിനകത്ത് മൗസ് വരുന്നതാണ്. നമുക്ക് TVയിലെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യാനും മറ്റൊക്കെ ഇത് വെച്ച് സാധിക്കുന്നതാണ്. എല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഒരു മൗസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ TVയും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ആപ്പിനകത്തെ മറ്റൊരു കാര്യം, നമ്മൾ TVയിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഓരോ അക്ഷരം പെറുക്കി റിമോട്ട് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യുക ഒരു വലിയ ദുരന്തമാണ്. പക്ഷേ അതിനൊരു പരിഹാരമായിട്ട് നമ്മുടെ ഈ ആപ്പിനകത്തൊരു പ്രത്യേകം കീബോർഡ് തന്നെയുണ്ട്. നമ്മൾ ഈ കീബോർഡിനകത്ത് ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത കാര്യം നമ്മുടെ സ്ക്രീനിനകത്തേക്ക് വരുന്നതായിരിക്കും. ശരിക്കും ഫോണും TVയും തമ്മിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഞാൻ പ്ലേ സ്റ്റോറിൽ വേറെങ്ങും കണ്ടിട്ടില്ല. ഞാൻ ഈ ആപ്പിനെ അത്ര പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല, പക്ഷേ
ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഫീച്ചറുകൾ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, ഇതാണ് എയർ മൗസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതാണ് നമ്മളിത് പ്രസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾക്ക് സ്ക്രീനകത്തൊന്നും തൊടേണ്ട കാര്യമില്ല. ജസ്റ്റ് ഫോൺ അനക്കി കഴിഞ്ഞാൽ ഫോണിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് TV സ്ക്രീനിനകത്ത് മൗസ് ചലിക്കുന്നതായിരിക്കും. പക്ഷേ ഒരു ബാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ കണ്ട ഫീച്ചറുകളെല്ലാം തന്നെ ഫ്രീ സർവീസ് ആണെങ്കിലും അവസാനം കണ്ട ആ എയർ റിമോട്ട് മാത്രം അത് പെയ്ഡ് സർവീസാണ്. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും ഈ ഫംഗ്ഷനുള്ള, അതായത് എയർ റിമോട്ട് ഫംഗ്ഷനുള്ള ഒരു റിമോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂ കാണണമെങ്കിൽ മുകളിലുള്ള ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയും ഈ ആപ്ലിക്കേഷനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ കൂടിയുണ്ട്. അതായത് നമ്മുടെ സാധാരണ ഫോണിലെ സ്ക്രീൻ നമ്മുടെ TVയിൽ കാണാനായിട്ട് കാസ്റ്റിംഗ് അഥവാ മിററിങ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു കിടിലൻ ഫീച്ചർ ഇതിനകത്തുള്ളത്, നമ്മുടെ TV സ്ക്രീനിനകത്തുള്ള കാര്യങ്ങൾ റിവേഴ്സ് കാസ്റ്റിംഗ് വഴി നമ്മുടെ ഫോണിൽ കാണാൻ സാധിക്കും. കണ്ടില്ല, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ TV സ്ക്രീനിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫോണിനകത്ത് കാണാൻ സാധിക്കുമെന്ന് മാത്രമല്ല നമ്മളത് ടച്ച് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ആപ്ലിക്കേഷൻ സംഭവം കിടിലമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് തുടക്കത്തിലൊന്നും പറഞ്ഞിട്ടില്ല, PK VideoLogs എന്നാണ് ചാനലിൻ്റെ പേര്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ബൈ.